ഓക്കെ മിനിസ്റ്റർ, എനിക്കറിയാം ഈ താൽക്കാലിക പുനരധിവാസത്തിൻ്റെ തിരക്കിലാണ് മിനിസ്റ്റർ. വളരെ കൃത്യമായൊരു പ്ലാൻ ഇപ്പോൾ സർക്കാരിൻ്റെ കയ്യിലുണ്ട്. വാടക വീടുകൾ എടുത്തു കഴിഞ്ഞു, ബന്ധുവീടുകളിൽ പോകുന്നവരെത്ര, സ്പോൺസർഷിപ്പ് വീടുകളിൽ പോകുന്നവരെത്ര, ക്വാർട്ടേഴ്സിൽ കഴിയാൻ പോകുന്നവരെത്ര, ഇങ്ങനെ പലതരം കണക്കുകൾ നിങ്ങളുടെ കൈകളിലുണ്ട്. അതിന് ഏകദേശം എത്ര ദിവസത്തിനുള്ളിൽ നമുക്കത് പ്രാവർത്തികമാക്കാൻ പറ്റും? ഞാനിത് ചോദിക്കുന്നത്, നമ്മൾ ഈ ക്യാമ്പിൽ നിന്ന് വരുന്ന റെസ്പോൺസ് അനുസരിച്ച് അവർ ഇപ്പോൾ 2 ആഴ്ചയായല്ലോ, സ്വാഭാവികമായും അവരുടെ സ്വകാര്യത ബാധിക്കപ്പെടുന്നുണ്ട്, അവരുടെ ഒരു കൂട്ടുജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നു പലരും. ആരും പരാതിയൊന്നും ക്യാമ്പിൽ നേരിട്ട് പറയുന്നില്ല. അതായത് വലിയ പരാതിയായിട്ട് ചെറിയ ചെറിയ അപശബ്ദങ്ങളൊക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികവുമാണ്. അപ്പോൾ ഏകദേശം എത്ര ദിവസത്തിനുള്ളിൽ നമുക്ക് ഇവരുടെ ഒരു താൽക്കാലിക പുനരധിവാസം സാധ്യമാകും? നമുക്കൊരു ഏകദേശം ഒരു ടൈം ഫ്രെയിം കൂടി തന്നതായിരിക്കും. അരുൺ, ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത് ഓഗസ്റ്റ് മാസത്തിൽ തന്നെ താൽക്കാലിക പുനരധിവാസം പൂർണ്ണമായി സാധ്യമാകണം എന്നാണ്. പക്ഷെ അങ്ങനെ പോകുമ്പോൾ ഒരു 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 കിട്ടുന്ന സ്ഥലത്തേക്ക് ആളുകളെ വിടുക എന്ന വിധത്തിൽ നമുക്കത് ആലോചിക്കാൻ കഴിയില്ല. പല ക്യാമ്പുകളിലും 2 ആഴ്ചയായിട്ടുള്ളൂ എന്ന വിധത്തിലാണ് ഇത് ചർച്ച ചെയ്യേണ്ടത്. പല ക്യാമ്പുകളിലും ആളുകൾ പേടിക്കുന്നുണ്ട്. ഇന്നലെ ചിലരെല്ലാം പറഞ്ഞാൽ ഞാൻ കേട്ടു, ഞങ്ങൾ വീടന്വേഷിച്ച് പോകുമ്പോൾ ആളുകൾ വീട് തരുന്നില്ല, ഞങ്ങൾ വീടന്വേഷിച്ച് പോകുമ്പോൾ വലിയ വാടക പറയുന്നു, ഞങ്ങൾക്ക് വീടന്വേഷിച്ച് പോകാൻ ഇനി ആരും ബാക്കിയില്ല. ഈ പറയുന്ന ഒരു പേടിയും ഉണ്ടാകണ്ട, ഈ പറയുന്ന ഒരു പേടിയും ആർക്കും ഉണ്ടാകണ്ട. അവർക്ക് വേണ്ടി വീടന്വേഷിക്കാൻ കൃത്യതയോടുകൂടിയുള്ള ജില്ലാ ഭരണകൂടത്തിൻ്റെ സംവിധാനമുണ്ട്. വീട്ടിൽ ആൺതുണയില്ല എന്ന് ഒരു അമ്മ പറഞ്ഞത് ഞാൻ കേട്ടു. തുണയുണ്ട്, അത് ജില്ലാ ഭരണകൂടം കൃത്യമായി ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ച് ആ കാര്യങ്ങൾ അന്വേഷണം നടത്തി വരികയാണ്. പക്ഷെ നമുക്കിതിനെ ഒന്ന് കാറ്റഗറൈസ് ചെയ്യണം. ഒന്ന്, ബന്ധുവീടുകളിലേക്ക് പോകാൻ കഴിയുന്നവർ. അതിൽ പ്രാഥമികമായി പറയാനുള്ളത്, ആളുകളിൽ ഉണ്ടാക്കുന്നൊരു തെറ്റിദ്ധാരണ, ബന്ധുവീടുകളിലേക്ക് പോയാൽ, ക്യാമ്പിൽ നിന്ന് മാറിയാൽ, ഔദ്യോഗികമല്ലാതെ പോയാൽ നിങ്ങൾക്ക് സ്ഥിരമായ പുനരധിവാസം ചിലപ്പോൾ ഇല്ലാതെ പോകും. അത് ഒരു പ്രശ്നമേ അല്ല. ക്യാമ്പിൽ വന്നുവോ വന്നില്ലയോ, ബന്ധുവീടുകളിലേക്ക് പോയോ താൽക്കാലിക വീടുകളിലേക്ക് പോയോ എന്നുള്ളതൊരു പ്രശ്നമല്ല. സ്ഥിരമായ പുനരധിവാസത്തിന് നമ്മൾ ആശ്രയിക്കുന്നൊരു മാർഗമുണ്ട്. അത് എഫക്റ്റഡ് പാർട്ടീസാണ്. അതിനുവേണ്ടി ബന്ധപ്പെട്ട വകുപ്പുകളുടെ നേരിട്ടിട്ടുള്ള പരിശോധന, അവിടെ ഇനി വീട് പൂർണ്ണമായി തകർന്നവർ, ഇനി അങ്ങോട്ടേക്ക് പോകാൻ കഴിയാത്തവർ, അവരെ കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ടായിരിക്കും അത് നടക്കുന്നത്. താൽക്കാലിക പുനരധിവാസത്തിൽ 3 മെത്തേഡുകളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഒന്ന്, ബന്ധുവീടുകളിലേക്ക് പോകാവുന്ന ആളുകൾക്ക് ബന്ധുവീടുകളിലേക്ക് പോകാം. ബന്ധുവീടുകളിലേക്ക് പോകുമ്പോൾ അവർക്ക് എന്തെല്ലാമാണോ സഹായങ്ങൾ ചെയ്യേണ്ടത്, ആ സഹായങ്ങൾ പൂർണ്ണമായും ജില്ലാ ഭരണകൂടം വാടക വീടുകളിലേക്ക് മാറുന്ന ആളുകൾക്ക് ലഭിക്കുന്നത് എന്തൊക്കെയാണോ അതുപോലെ തന്നെ ബന്ധുവീടുകളിലേക്ക് മാറുന്നവർക്ക് ലഭ്യമാക്കും. 2, വാടക വീടുകൾ എന്ന് പറയുന്നതിൽ നേരത്തെ ഇവിടെ അരുൺ പറഞ്ഞതുപോലെ നമുക്ക് ലഭ്യമായ ക്വാർട്ടേഴ്സുകൾ, സൗജന്യമായി ലഭിച്ചിട്ടുള്ള വാടക വീടുകൾ, അതാണ് 2ാമത്തെ പാക്കേജ്. അതിലേക്ക് പോകാം. 3ാമത്തെ കാര്യം, സർക്കാർ തന്നെ വാടക കൊടുത്ത് എടുക്കുന്ന വീടുകൾ. ഈ 3 തരത്തിലാണെങ്കിലും നമുക്ക് ഓഗസ്റ്റ് മാസത്തിൽ തന്നെ ക്യാമ്പുകളിൽ കഴിയുന്നവരെ പൂർണ്ണമായും നമുക്ക് അങ്ങോട്ട് മാറ്റാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, സിംഗിൾ ഒക്യുപ്പൈഡ് ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ, സങ്കടകരമായ കാര്യമാണ്, പറയാതെ പറ്റില്ല, ഒറ്റപ്പെട്ടു പോയവർ എത്ര. ഞാൻ ഇന്നലെ പത്രസമ്മേളനത്തിൽ തന്നെ പറഞ്ഞിരുന്നു, 5 പുരുഷന്മാർ, 10 സ്ത്രീകൾ, 18 വയസ്സിൽ താഴെയുള്ള 6 പേർ, കുട്ടികളെന്നോ കൗമാരക്കാരെന്നോ വിളിക്കാവുന്ന 6 പേർ, ഇങ്ങനെ 21 പേർ കുടുംബത്തിൽ മറ്റാരുമില്ലാതെ സിംഗിൾ ഒക്യുപ്പൈഡായി മാറി നിൽക്കുന്നുണ്ട്. അവരെ ഒറ്റ വാടക വീട്ടിലേക്ക്, അഥവാ ഓരോരുത്തർക്കും ഓരോ വാടക വീട്ടിലേക്ക് പോകുന്നത് അത്ര ശരിയായിരിക്കില്ല. കാരണം അവരുടെ ഒരു മാനസിക നില വല്ലാത്ത ഒറ്റപ്പെട്ടു പോയവർ എന്ന നിലയിൽ. അപ്പം അതിനുവേണ്ടി പ്രത്യേകം നമുക്ക് പെയ്ഡ് ഗസ്റ്റ് എന്നൊക്കെ പറയുന്നത് പോലെ സർക്കാർ തന്നെ സഹായിച്ച് ഏതെങ്കിലും ഒരു വീട്ടിൽ, സംരക്ഷിക്കപ്പെടാവുന്ന ഏതെങ്കിലും ഒരു വീട്ടിൽ തയ്യാറാക്കേണ്ടി വരും. 2, ഇനിയുള്ള കുടുംബങ്ങളിൽ എത്ര പേരുണ്ട്, 2 പേർ, 3 പേർ, 4 പേർ, 4-ലധികം പേർ, അതിൻ്റെ പ്രത്യേക ലിസ്റ്റ് ഇന്ന് വൈകുന്നേരത്തേക്ക് തയ്യാറാക്കുക. നമ്മളിപ്പോൾ പുനരധിവാസത്തിൽ കൊടുക്കുമ്പോൾ ഒരു താൽക്കാലികമായ ഒരു ക്യാമ്പിനോ അല്ലെങ്കിൽ ഒരു യുവജനോത്സവത്തിനോ അല്ലെങ്കിൽ ഒരു പൊതുപരിപാടിക്കോ ഒരു സമ്മേളനത്തിനോ വരുന്നത് പോലെ ഇത്ര ബെഡുകൾ, ഇത്ര മുറികൾ, അതിൽ ഇത്ര ആളുകൾ, അത് പറയാൻ നമുക്ക് സാധ്യമല്ല. കാരണം വീടുകളുടെ സ്വകാര്യതയുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ അടുക്കളകൾ എത്ര എണ്ണമുണ്ട് എന്നാലോചിക്കേണ്ടി വരും. ഒരുമിച്ച് അടുക്കള ഉപയോഗിക്കാൻ കഴിയാത്ത 1-ലേറെ ഫാമിലികളെ ഒരുമിച്ച് കൊടുക്കുന്നത് പിൽക്കാലത്തൊരു അപകടത്തിലേക്ക് പോകും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി സോർട്ട് ചെയ്ത് നമുക്കൊരു പരിപാടി തയ്യാറാക്കേണ്ടതുണ്ട്. നമ്മുടെ തോട്ടങ്ങളിൽ ജീവിക്കുന്ന ജീവനക്കാർക്ക് പ്രത്യേകമായി അവരുടെ ക്വാർട്ടേഴ്സുകൾ ഒരുക്കി കൊടുക്കാം എന്ന് ഹാരിസൺ മലയാളം ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. അവരുമായി രാവിലെ 10 മണിക്ക് നമ്മൾ ഒന്നുകൂടി ആലോചിക്കുന്നുണ്ട്. അവർ പറയുന്ന വീടുകൾ പക്ഷേ ഒന്നുകൂടി നമ്മുടെ വിദഗ്ധ സംഘം പരിശോധിക്കും, അവിടെ പോകാവുന്നതാണോ. അവസാനമായി, ഈ പോകുന്ന വീടുകളിലേക്ക് ആൾ പോയാൽ മാത്രം പോരാ, അവിടെ വീട്ടുപകരണങ്ങൾ വേണം. എന്തെല്ലാം കുറവുണ്ട് അത് ഇന്ന് വൈകുന്നേരത്തോടെയും നാളെ ഉച്ചയോടെയും
ഓരോ കിട്ടുന്ന വാടക വീട്ടിലും സർക്കാർ ക്വാർട്ടേഴ്സിലും എന്തെല്ലാം വീട്ടുപകരണങ്ങൾ, കട്ടിലാണോ കിടക്കയാണോ ഉപയോഗിക്കേണ്ട മറ്റ് സാധനങ്ങളാണോ, അതിനെ സംബന്ധിച്ചൊരു ധാരണയുണ്ടാക്കും. ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ അത് സമാഹരിക്കാൻ വേണ്ടി കഴിയുന്ന വിധത്തിലുള്ള ഒരു സംവിധാനം ഉണ്ടാക്കും. ഇങ്ങനെ വെൽ ഒക്യുപ്പൈഡായി വളരെ ഡീറ്റെയിലായി കൃത്യം ഡിസൈനോട് കൂടിയിട്ടുള്ള ഒരു പുനരധിവാസ പാക്കേജാണ് ഉപസമിതി ആലോചിച്ച് സർക്കാർ തയ്യാറാക്കിയിട്ടുള്ളത്. വളരെ വ്യക്തമാണ് മിനിസ്റ്റർ. ഒരു കാര്യം കൂടി, നമ്മൾ ഈ അടിയന്തര ധനസഹായം അനുവദിച്ചിരുന്നല്ലോ, അത് വളരെ സ്വാഗതാർഹമാണ്. നമ്മളെല്ലാവരും സ്വാഗതം ചെയ്തു. നമ്മളടക്കം ആ വിഷയം മുന്നോട്ട് വെച്ചു, സർക്കാർ ഇത് കേട്ടു. പക്ഷേ ഇപ്പോഴും നമുക്ക് അത് അവിടെ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ ചില ആളുകളൊക്കെ ഇന്നലെ നമ്മളോട് രഹസ്യമായി ചോദിക്കുന്നുണ്ടായിരുന്നു, ക്യാമറയ്ക്ക് മുന്നിലല്ല, നമുക്ക് അങ്ങനെ സർക്കാരിൻ്റെ CMDRF-ൽ നിന്ന് പണം അനുവദിച്ചതായി കേട്ടി, പക്ഷേ വിതരണം ചെയ്തു തുടങ്ങിയിട്ടില്ല. ഇനി ഒരുപാട് വൈകാൻ സാധ്യതയുണ്ടോ മിനിസ്റ്റർ? ഒരു കാരണവശാലുമില്ല. ആ നടപടികൾ ഔപചാരികമായിട്ട് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഒരു ദിവസത്തിൻ്റെ വ്യത്യാസത്തോടു കൂടി ആളുകൾക്കെല്ലാം അർഹമായ വിധത്തിൽ അതിനൊരു കണക്കെടുക്കേണ്ടതുണ്ട്. ബാങ്ക് അക്കൗണ്ട് നമ്പർ എല്ലാവരുടെ കയ്യിൽ നിന്നും സ്വീകരിച്ചിട്ടുണ്ട്. സർക്കാരിൻ്റെ പോളിസി അനുസരിച്ച് ഓരോരുത്തരുടെയും കയ്യിൽ കൊടുത്ത് പണമെടുക്കൽ ഇപ്പം നമ്മുടെ ശീലത്തിലില്ല. അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ്. ആ ബാങ്ക് അക്കൗണ്ടിലേക്ക് അടയ്ക്കാനുള്ള വിശദാംശങ്ങൾ അറിയാൻ എല്ലാ ക്യാമ്പിൽ നിന്നും സോഷ്യൽ വെൽഫെയർ ഓഫീസർമാർ പോയി അവരുടെ സംസാരത്തിനിടയിൽ ബാങ്ക് അക്കൗണ്ടുകൾ കൂടി സമാഹരിച്ചിട്ടുണ്ട്. 70% ബാങ്ക് അക്കൗണ്ടുകൾ കിട്ടിക്കഴിഞ്ഞു. ഒരു 10% കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഇന്ന് മുതൽ തന്നെ പണം കൈമാറാനുള്ള നടപടികളിലേക്ക് നമുക്ക് കടക്കാനാകും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. വൈത്തിരിയിലെ തഹസിൽദാർക്ക് ആദ്യഘട്ട പണം ഇപ്പോൾ ഇന്നലെ തന്നെ നമ്മൾ കൈമാറിക്കഴിഞ്ഞു. അക്കൗണ്ടുകൾ കിട്ടുന്ന മുറയ്ക്ക് നേരത്തെ ഉണ്ടാകുന്ന ഒരു പ്രയാസം ഉണ്ടാകരുത്, അക്കൗണ്ടിൽ തെറ്റിപ്പോകരുത്. കൃത്യതയോടുകൂടി ഇന്ന് മുതൽ തന്നെ അത് വിതരണം ആരംഭിക്കും. വെരി ഗുഡ്.